There's a fresh storm brewing in the Malayalam film industry. Actors have now come forth alleging sexual assault and harassment faced days after Justice Hema Committee report revealed the dark side of Mollywood. Now, this report detailed the systemic assault and harassment faced by women actors. A female Malayali actor has made some shocking allegations against actor Siddiqui, alleging that he sexually assaulted her when she was just 21 years old, and this happened in a hotel room. Recounting the horror, she alleged that the actor kicked her, trapped her, and sexually assaulted her. He also victimized her and many others. Now, these are the allegations that have come in from a young actor who's now speaking out about rampant sexual abuse in the Malayalam film industry. Listen in to her allegations. Be very frank, ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇതെങ്ങനെയാണ് കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവർ മുഖം എന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആയിട്ടുള്ളൊരു മുഖമാണ് അയാൾക്കുള്ളത്. അയാൾ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ 1 ക്രിമിനലാണ്. ഹി ഷുഡ് ആസ്ക് ടു ഹിംസെൽഫ്. ഐ ഹോപ്പ് ദാറ്റ് അയാളുടെ വീട്ടിൽ എന്താണ് മിറർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു നല്ല കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. കാര്യം സ്വന്തമായിട്ട് ഉറപ്പാണ് ഇങ്ങനെയുള്ള ആളുകൾ ഡെയിലി സ്വന്തമായിട്ട് അവരുടെ സെൽഫിനോട് പോലും കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രത്തോളം വേദന തന്ന് ഞാനതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് എൻ്റെ സ്വപ്നം, ആ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട സമയം, ധാരാളം തരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസ്, അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസും തന്നിട്ടില്ല. ബീറ്റ് എനി വൺ, ബീറ്റ് എനി സിസ്റ്റം, ബീറ്റ് എനിത്തിങ്. എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. Now, following these shocking allegations, actor Siddiqui has quit as the General Secretary of the Association of Malayalam Movie Artists, but has not made any comments on the charges that have been levelled against him. In a separate incident, a Bengali actor, Srilekha Mitra, has alleged that prominent filmmaker and director Ranjit sexually harassed her in the year 2019. Following her charges, Ranjit also resigned as the chairman of the Kerala Chalachitra Academy. He has denied all the charges and has also gone on to say that the allegations against him are politically motivated and this is nothing but a conspiracy to defame him. എനിക്കെതിരെ എന്ന് വെച്ചാൽ വ്യക്തിപരമായി എന്നെ നിന്ദ്യമായ രീതിയിൽ ഒരു ആരോപണം ഉയർത്തിയിരിക്കുകയാണ് ബംഗാളി ചലച്ചിത്ര നടി ശ്രീമതി ശ്രീലേഖ മിത്ര. ഇത് കുറച്ചു കാലം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഞാൻ ഏറ്റെടുത്തു അന്ന് തൊട്ട് ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖ മിത്രയുടെ ആരോപണം എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നത്. ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റിട്ടുള്ള ഈ വലിയ ഡാമേജ് അത് എളുപ്പമാർന്നതല്ല, എങ്കിലും എനിക്കത് തെളിയിച്ചേ പറ്റുള്ളൂ. എനിക്കത് ഈ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ. അത് നുണയായിരുന്നു, അതിലെ ഒരു ഭാഗം നുണയായിരുന്നു എന്നും ആ ഭാഗമാണ് അത് അവർ തന്നെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തുതന്നെയായിരുന്നാലും ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ പിന്നിലെ സത്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞേ പറ്റുള്ളൂ ലോകം. Now, reacting to Ranjit's resignation, actor Srilekha Mitra told Times Now that predators like Ranjit are everywhere, including the Bengali film industry and also in Bollywood. She also said that it is shocking that such instances have been normalized and has called for action against such predators. So
people who don't have any relation with anybody, personal relation, are left out. If here I name, then so everybody would be unmasked. Ma'am, do you have No, it's more there. people to name? Everywhere. People like Ranjit, he might be called a womanizer. He hasn't sexually molested. But he has touched me without my permission, or he made me uncomfortable with it. Ma'am, is this practice also there in Bengali film industry? 100%, 200%, 1000%. Not only in Bengal, everywhere. Everywhere. You think Bollywood actors, directors, actresses, they get work just like that? It's considered very normal. It has been normalized by our predecessors. Jayalakshmi is joining us live. Jayalakshmi, this possibly is the biggest story right now in the state of Kerala, because we've seen two very high-profile resignations take place following these kind of allegations that have now come in. While Ranjit is alleging conspiracy against him, there's not much said by actor Siddiqui. But what is the kind of reaction that's coming in? Is there also, like they would say, a camp versus camp, where there is one side that's ready to speak out and the other that is sticking very closely with each other and trying to say that no such instances, they continue in our industry? Certainly Kerala witnessed, two big resignations when it comes to the entertainment industry. The first thing that Kerala woke up to was the news of this resignation. And we know, as you said, there were people, as Ranjit himself, he released an audio statement saying that this is clearly a conspiracy that is being pitted against me, whereas actor Siddiq just chose to resign. And, there are people in the industry who are still coming and saying that until and unless there are no evidences or there are no complaints, there cannot be any action, specific action that can be taken, is what there are voices like that as well. But we know, it is very similar to the Me Too movement that has, exploded in the Malayalam film industry, where we are getting revelations one after the other. These one specific incident has given courage to many women who are working in the industry to come and open up, and we are getting big names minute by minute. People are ready to talk. People are ready to speak out. Jayalakshmi, I'll come back to you with that, because like you said, it's not just voices within the industry. There are also some in the political fraternity who initially, when such allegations came out, chose to stand with those facing these allegations. Now, these revelations, viewers, these revelations are coming just days after Justice Hema Committee report, which looked into the problems faced by women working in the Malayalam film industry. And this report was made public. What were the allegations in the report and what were the revelations that came out? They went on to say that there's casting couch, there are sexual favors, there's torture that a lot of women face in Mollywood. They also highlighted the issues of online bullying and illegal bans. Now, that was the report, and those were the kind of details that came. But despite that report and despite accounts by actors and victims, there are some ministers in the Pinarayi Vijayan government who continue to shield those who have been now named. We are talking about some ministers who tried to shield Ranjit. There is a minister in the Kerala government who went on to say that the government cannot take action when there is no written complaint. He also went on to come out and he also tried to defend Ranjit. First, listen into what was the comment and then we'll tell you more about this minister. ഒരു പരാതി അതിന്മേൽ ലഭിച്ചാൽ പറഞ്ഞ വാഗ്ദാനം അത് പരിശോധിക്കും, നിയമപരമായി പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കും. പക്ഷെ ഞാൻ സംസാരിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മാധ്യമം എഴുതി കാണിച്ചു, രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ സാംസ്കാരിക മന്ത്രി എന്ന് പറഞ്ഞ എഴുതി കാണിച്ചു. അതിനെ വളരെയേറെ പ്രയാസപ്പെടുത്തി വേദനിപ്പിച്ചു. അതിനുശേഷം കേരളത്തിൽ അത് ചുവടുപിടിച്ച് പല മാധ്യമങ്ങളും സ്ത്രീവിരുദ്ധനാണ് സജി ചെറിയാൻ എന്ന നിലയിലാണ് ഇവരെ വിശദീകരിച്ചത്. നിങ്ങൾക്ക് എന്നെ അറിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും നിങ്ങളങ്ങനെ പറഞ്ഞത്. എനിക്ക് 3 പെൺകുട്ടികൾ, എനിക്ക് ഭാര്യ, അമ്മ. ഞാൻ 5 സ്ത്രീകളുടെ വീട്ടിൽ ഞാൻ പുരുഷ മാത്രം താമസിക്കുന്നു.
So the person you just heard is Saji Cherian. He is Kerala's culture minister. What did he say? I'm just going to read out a translation of what he said when these allegations came to the fore. He said that how do you decide a person is an offender? After only a proper police investigation is done, can we actually call anyone an offender? And if he's proven to have committed the offence, only then will the government decide to not spare him. So that was the first reaction that came in. And then obviously there was a backlash after that. Jayalakshmi continues to stay with us. Jayalakshmi, you were talking about industry insiders who came out in defense of obviously powerful filmmakers like Ranjit and very, very connected actors like Siddiq. But there are also ministers who came out and made some comments, following which there was a backlash, following which there were questions asked, and then came a retraction. When it comes to the politics that's playing out over this report and these new allegations, what's the latest? You know, certainly, as you said, definitely this is a state-run, film or the state-run Kerala Chalachitra Academy. This organization is state-run. So, and director Ranjit, who is the accused here, he was the chairman of the entire academy. So he had to. It was an allegation on him. So definitely, the first reply by the cultural minister Saji Cherian was that until and unless the offenders are proved, there is a written complaint, we can't make an investigation, and until unless it's proven, we can't call him an accused. This was the initial reply by the ministry. But then again, after, as you said, after a lot of backlash from the media, from the public, the minister did clarify that the state government has never taken any stance that are anti-women, and has always supported women and will be there to give all kinds of justice if proven guilty, is definitely what the state government has continuously said. Where we'll also play out the clarification that came in from the minister, who seemed to try to retract after the backlash he faced. But it's the Congress in the state of Kerala that came out and slammed the Pinarayi Vijayan Sarkar, alleging that they are trying to avoid an investigation into the recommendations made by the Hema Committee report. And also, the Congress party in the state of Kerala is now demanding an SIT investigation into the matter. Mr. Saji Cherian, the Honorable Minister for Culture, trying to avoid an investigation into the recommendations and revelations of the Justice Hema Committee. He has been trying to make some changes in the report also. And he is now violating his oath. And he is trying to protect all the culprits in this case. So he has to resign. The opposition UDF demanding the resignation of the Honorable Minister for Culture. Even after getting information that series of offences have been committed, government is not taking any action. After the publication of the Hema Commission report, the entire film industry in Kerala is under cloud. I don't think that everybody working in the film field is guilty, but the inaction from the Kerala government for the last 4 years is very clear that they wanted to hide something. They wanted to protect some of the people who are involved in it. So my request to the state government is to go ahead with an inquiry. Relevation of this commission report also, the government wanted to cover up the whole issue. So we demand, as opposition, we demand to institute a SIT and to probe into the entire issue. Now, facing ire, Kerala Minister Cherian also issued a clarification, the clarification that we've been talking about. He went on to say that it's the left government that has no reason to protect anyone, and that it is the Pinarayi Vijayan government which is always standing with the women of the state, and it's always standing for the rights of women. Listen into the clarification. രാജിവെച്ച സാഹചര്യത്തിൽ രഞ്ജിത്തിനെതിരെ കേസെടുത്ത നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമോ ഈ ഘട്ടത്തിൽ? ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കരുതെന്ന് വിചാരിച്ച കാരണം ഇന്നലെ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചില മാധ്യമങ്ങൾ വളർത്തുന്നത്. ഞാൻ ഇന്നലെ രാവിലെ തന്നെ കൃത്യമായി പറഞ്ഞു, ഒരു പരാതി അതിന്മേൽ ലഭിച്ചാൽ പറഞ്ഞ വാഗ്ദാനം അത് പരിശോധിക്കും, നിയമപരമായി പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കും. പക്ഷെ ഞാൻ സംസാരിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മാധ്യമം എഴുതി കാണിച്ചു.
We're getting you all the details on that story that has become the biggest talking point in the state of Kerala, and some more secrets are tumbling out. Thank you, Jayalakshmi, for getting us all those details. But we'll be keeping our focus on the muck in Mollywood. But it's time now for us to take a short commercial break.